സാർ, കാൻറ്റർബറി ആർച്ച് ബിഷപ്പായിട്ട് സാറാ മുലാലി വരുന്നു എന്ന് പറഞ്ഞാൽ ആംഗ്ലിക്കൻ സഭയ്ക്ക് ആദ്യമായിട്ട് ഒരു വനിതാ മേധാവി. ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് അതൊക്കെ ഒരു പുതുമയുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. സാർ എങ്ങനെയാണ് അതിനെന്ന് വിലയിരുത്തുക? അല്ല, അതിൽ ഈ ക്രൈസ്തവ സഭയുടെ ഒരു സവിശേഷത ഉള്ളതെന്ന് വെച്ചാൽ അത് ആൻഡ്രോസെൻട്രിക്കാണ്. എന്നുവെച്ചാൽ മെയിൽ ഓറിയൻറ്റഡ് ആണ്. പുരുഷ മേധാവിത്വം നിലനിൽക്കുന്നതാണ് അതിൻ്റെ പൗരോഹിത്യ ഘടന. അതിപ്പോൾ കത്തോലിക്ക സഭയാണെന്നുണ്ടെങ്കിൽ കത്തോലിക്ക സഭയിൽ അങ്ങനെ വനിതകളായ പുരോഹിതരില്ല. കന്യാസ്ത്രീകളുണ്ട്, അതെ, പക്ഷെ പുരോഹിതരായിട്ട് വനിതകൾ വരാറില്ല. അവർ സെക്കൻഡറി സ്റ്റേജിൽ നിൽക്കുന്നവരാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള പ്രവർത്തനങ്ങളിലാണ് അവർക്ക് ഉള്ളത്. 491 വർഷത്തെ ചരിത്രമുണ്ട് ആംഗ്ലിക്കൻ കാത്തലിക് സഭയ്ക്ക്. ഇത് ആംഗ്ലിക്കൻ കത്തോലിക്ക സഭയാണ്. ഒരു രാജാവിന് വിവാഹം കഴിക്കണം എന്ന്, രണ്ടാമത് വിവാഹം കഴിക്കണം എന്ന് തോന്നിയപ്പോൾ കത്തോലിക്ക സഭ അത് പെർമിഷൻ കൊടുക്കാതെ ആയപ്പോൾ രാജാവ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കത്തോലിക്ക സഭയിൽ നിന്ന് മാറിയിട്ട് ഒരു ആംഗ്ലിക്കൻ കത്തോലിക്ക സഭ ഉണ്ടാക്കിയിട്ട് രണ്ടാമത് വിവാഹം കഴിച്ചുണ്ടായതാണ് ഈ പറയുന്ന സഭ. അപ്പോൾ ആ സഭയ്ക്ക് വേറൊരു രീതിയുണ്ട്, പക്ഷെ അതിലും പുരുഷ മേധാവിത്വം തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ആംഗ്ലിക്കൻ കാത്തലിക് സഭയുടെ ഈ പറയുന്ന ഇവർ വലിയ അധികാരമുള്ള, രാഷ്ട്രീയ അധികാരമുള്ള പദവി കൂടിയാണ്. ഇവർക്ക് ഏതാണ്ട് 26 രാജ്യസഭാ അംഗങ്ങൾ, ഹൗസ് ഓഫ് ലോർഡ്സ് എന്നാണ് അതിനെ പറയുക. അവരെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ള കക്ഷിയാണ്. അവരെല്ലാം ഈ ആംഗ്ലിക്കൻ കാത്തലിക് ചർച്ചിൻ്റെ പുരോഹിതരാക്കണം, ബിഷപ്പുമാരായിരിക്കണം. അതിൽ നിന്ന് ആരൊക്കെ വേണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഇവരാണ്. അപ്പോൾ സഭയുടെ പരമാധികാരിയായിട്ട് വരെയാണ്. ഈ അടുത്ത 26-ാം തീയതിയാണ് അവരുടെ ഈ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുക. അത് ആംഗ്ലിക്കൻ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ വിപ്ലവകരമായ ഒരു മാറ്റമാണ്. നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ ഡെയിം സാറാ എന്താണ് മുള്ളവല്ലി, അതെ, മുള്ളല്ലി, സാറാ മുലാലി, മുല്ലലി, ആ ഡെയിം സാറാ മുല്ലാലി എന്നാണ് മുഴുവൻ പേര്. ആ ഡെയിം സാറാ മുല്ലലി തീർച്ചയായിട്ടും അവരാണ് ആദ്യത്തെ ബിഷപ്പായത്. അവർ തന്നെ ഇപ്പോൾ ഏറ്റവും അവിടുത്തെ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി ആയിട്ട് മാറുകയാണ്. ഈക്വൽ ടു ദ പൊസിഷൻ ഓഫ് പോപ്പിന് തുല്യമാണ്. പോപ്പിന് തുല്യമാണ്. ആ സഭയുടെ പരമാധികാരിയാണ്. എന്ന് മാത്രമല്ല 85 മില്യൺ വിശ്വാസികളുണ്ട് ഈ സഭയിൽ, ആംഗ്ലിക്കൻ സഭയിൽ. 165 രാജ്യങ്ങളിലായി പടർന്നു കിടക്കുകയാണ്, ഇന്ത്യ അടക്കം. അപ്പം 165 രാജ്യങ്ങളിലായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന 85 ദശലക്ഷം വിശ്വാസികളുള്ള ഒരു സമൂഹത്തിൻ്റെ ആത്മീയ അധ്യക്ഷയായി അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിലേറ്റവും വലിയൊരു കാര്യമായി എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് പ്രശംസനീയമായൊരു കാര്യം തന്നെയാണ്. നമുക്കതിനെ ചെറുതാക്കി കാണാൻ കഴിയില്ല. കാരണം അത്ര മോശമായിട്ടായിരുന്നു ഇംഗ്ലണ്ടിൽ, വിശേഷിച്ചും ഇംഗ്ലണ്ടിൽ സ്ത്രീകളോട് യൂറോപ്യൻസ് പെരുമാറിയിരുന്നു, ബ്രിട്ടീഷുകാർ പെരുമാറിയിരുന്നത്. സ്ത്രീകളുടെ ചാരിത്രം സംരക്ഷിക്കാൻ വേണ്ടി ഇരുമ്പിൻ്റെ ചാസ്റ്റിറ്റി ബെൽറ്റ് വെച്ചിരുന്ന പാർട്ടീസാണ് ഇവർ. സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കാതിരുന്ന പാർട്ടീസാണ് ഇവർ. സ്ത്രീകളോട് യാതൊരു തരത്തിലുള്ള മമതയും തുല്യതയും പാലിക്കാത്തൊരു സംസ്കാരം ബ്രിട്ടീഷുകാർക്കുണ്ട്. ആ സംസ്കാരത്തിൽ നിന്ന് അവർ രൂപപ്പെടുത്തിയെടുത്തതാണ് അവരുടെ ആംഗ്ലിക്കൻ കാത്തലിക് ചർച്ച് എന്ന് പറയുന്നത്. ആ ആംഗ്ലിക്കൻ കാത്തലിക് ചർച്ചിൻ്റെ ഇതുവരെയുള്ള സ്വഭാവത്തിൽ വരുന്ന അടിസ്ഥാനപരമായിട്ടുള്ളൊരു മാറ്റമാണ് ഇത്. പക്ഷേ ഒരു രസകരമായ കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു കത്തോലിക്ക പുരോഹിതയും പോപ്പായിട്ടുണ്ട് എന്നൊരു കഥയുണ്ട്. പോപ്പ് ജോൺ, JOAN, പോപ്പ് ജോൺ. ഈ പോപ്പ് ജോൺ 9-ാം നൂറ്റാണ്ടിൽ ആണ് പോപ്പായി അവരോധിക്കപ്പെട്ടത്. അവർ സ്ത്രീ ആയിരുന്നു എന്നാണ് ഇത് സംബന്ധിച്ച ഒരു അംഗീകരിക്കപ്പെടാത്ത എന്നാൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വസ്തുത.
പക്ഷെ കത്തോലിക്ക സഭ പിന്നീട് അത് നിഷേധിച്ചിട്ടുണ്ട്. ഇവർ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ പ്രതികാര ബുദ്ധിയോടുകൂടി കത്തോലിക്ക സഭയിൽ കയറുകയും എല്ലാ പുരുഷാധിപത്യത്തെയും ചോദ്യം ചെയ്യുകയും അങ്ങനെ വന്ന് അവർ പോപ്പായി തിരഞ്ഞെടുക്കപ്പെടുകയും അങ്ങനെ 9-ാം നൂറ്റാണ്ടിൽ അവർ പോപ്പായിരിക്കുകയും ചെയ്തു. മധ്യകാലഘട്ടത്തിൽ ഇവരുടെ കഥയും ഇവരുടെ അവദാനങ്ങളും വളരെ പ്രസിദ്ധമായി കത്തോലിക്ക സഭാ ചരിത്രകാരന്മാർ ആഘോഷിച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന രീതിയിൽ ഉള്ള ഒരു പ്രചാരണം വന്നു. ആ പ്രചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പോപ്പ് ജോൺ ഉണ്ടായിരുന്നു, പക്ഷേ ആ പോപ്പ് ജോൺ സ്ത്രീ ആയിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്ന് ചരിത്രകാരന്മാർ സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് അങ്ങനെ ലളിതമായി പോകുന്നൊരു കാര്യമല്ല അത്. ആ വിശ്വാസം അല്ലെങ്കിൽ ആ ചരിത്ര വസ്തുതകളല്ലാത്തത് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ കൃത്യമായിട്ട് പോപ്പുമാരുടെ ചരിത്രവും രേഖകളും ഒക്കെ എഴുതി സൂക്ഷിക്കുന്ന ഒരു പരിപാടി കാര്യമായിട്ട് കത്തോലിക്ക സഭയിൽ വളരെ വൈകിയാണ് വരുന്നത് എന്നുള്ളതാണ് വസ്തുത. അതുവരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വലിയ രീതിയിൽ ഇതിനെ എതിർക്കുന്ന ഒരു സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഇതിൻ്റെ ഹിപ്പോലിറ്റസ് എന്ന് പറയുന്ന റോമൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ, അദ്ദേഹമാണ് ഇതിൻ്റെ ചരിത്രമൊക്കെ എഴുതി വച്ചേക്കുന്നത്. ആ ചരിത്രത്തിൽ അദ്ദേഹം ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇതിനൊക്കെ തെളിവുണ്ടോ എന്നുള്ള കാര്യം സംശയാസ്പദമാണ് എന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞേക്കാണ്. പക്ഷേ അപ്പോഴും ഈ കാത്തലിക് ചർച്ചിൻ്റെ ഒരു കാര്യത്തിൽ പോലും ഒരു സ്ത്രീ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ഇവർക്ക് വലിയ രീതിയിലുള്ളൊരു എതിർപ്പ് അവിടെ നിന്ന് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാഫ്കോം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് അവിടെ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അവർ അതിഭീകരമായ രീതിയിൽ എക്സ്ട്രീം പാരമ്പര്യവാദികളാണ്, കൺസർവേറ്റീവ്സാണ്. ആ പാരമ്പര്യത്തിൽ നിന്ന് അണുകിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല എന്ന് വാദിക്കുന്ന ജനവിഭാഗം ആംഗ്ലിക്കൻ കാത്തലിക് ചർച്ചിൽ വളരെ വ്യാപകമായിട്ട് വളർന്നു വരുന്നുണ്ട്. അവരുടെ എതിർപ്പ് ഇവർക്ക് വരും. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഒരേ ലിംഗ വിവാഹത്തെ ആശീർവദിച്ച ബിഷപ്പാണ്. ഭിന്നലിംഗ വിവാഹത്തെ അല്ല, ഒരേ ലിംഗ വിവാഹത്തെ ആശീർവദിച്ചുകൊണ്ട് അവർ പ്രസിദ്ധിയിലേക്കോ കുപ്രസിദ്ധിയിലേക്കോ വന്ന ഒരു ബിഷപ്പാണ്. പിന്നെ അത് മാത്രവുമല്ല, ആംഗ്ലിക്കൻ കത്തോലിക്ക സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സ്ത്രീയാണ് ഇവർ. സ്ത്രീകളുടെ ആത്മീയ അധികാരത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരാളാണ് ഈ സ്ത്രീ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഇവരെ തീർച്ചയായിട്ടും ഈ ഗാഫ്കോം എന്ന് പറയുന്ന ആ സംഘടന എതിർപ്പുണ്ട്. അവരുടെ എതിർപ്പ് ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇവരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നപ്പോൾ തന്നെ എതിർപ്പും കൂടെ വന്നിട്ടുണ്ട്. ഇത് കാണിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ എതിർപ്പുകൊണ്ട് ചിലപ്പോൾ ഇവർക്കൊന്നും സംഭവിച്ചില്ലായിരിക്കാം. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും നമ്മൾ കാണുന്നൊരു പൊതു സ്വഭാവം അതാത് രാജ്യങ്ങളുടെ പാരമ്പര്യത്തിലേക്കും ആ പാരമ്പര്യത്തിൻ്റെ യാഥാസ്ഥിതിക സ്വഭാവത്തിലേക്കും തിരിച്ചു പോകാനുള്ളൊരു വലിയ ശ്രമം നടക്കുന്നുണ്ട്. അത് ഇംഗ്ലണ്ടിലും തുടങ്ങി എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് പ്യുവർ ഇംഗ്ലീഷ് ട്രഡീഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ അത് കൊടുത്തിരുന്നതാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഒരു വലിയ പ്രകടനം നടന്നു. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തൊരു പ്രകടനം. അത് പല വിഭാഗത്തിൽപ്പെട്ടവർ ഇംഗ്ലണ്ടിലേക്ക് കുടിയേറുകയും അവിടെ താമസിക്കുകയും ചെയ്തതിന് ശേഷം ഇംഗ്ലണ്ടിൻ്റെ തനതായ സംസ്കാരത്തെയും അവരുടെ ജീവിത രീതികളെയും ഇവർ മലിനമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രസ്താവന നടന്നത്. പ്രധാനമായിട്ടും അത് ഇസ്ലാമൈസേഷനെതിരായിരുന്നു.
അപ്പോൾ അത് ഫ്രാൻസിലുണ്ട്, ജർമ്മനിയിലുണ്ട്, സ്വീഡനിലുണ്ട്, ഇറ്റലിയിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, അയർലൻഡിലുണ്ട്, സ്വിറ്റ്സർലൻഡിലുണ്ട്, ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും, ബെൽജിയത്തിലുണ്ട്. ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവെ ഈ കൺസർവേറ്റീവ് സിസ്റ്റത്തിലേക്ക് പോകാനുള്ള, യാഥാസ്ഥിതികമായ പാരമ്പര്യവാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതൽ വരുന്നുണ്ട്. ആ ടെൻഡൻസിക്ക് വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു വിപ്ലവകരമായൊരു മാറ്റവും കൂടി അതിൽ വരുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചത്, ഇനി ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്വാധീനം കത്തോലിക്ക സഭയിൽ വരുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. കാരണം കത്തോലിക്ക സഭയിലും ഇപ്പോൾ ഈ എന്താണ് ഈ ഫെമിനൈൻ സ്പിരിച്വാലിറ്റി, സ്ത്രൈണ ആത്മീയത, ഈ സ്ത്രൈണ ആത്മീയതയെക്കുറിച്ച് എഡിത്ത് സ്റ്റെയിൻ എന്നൊക്കെ പറയുന്ന ഇത് കത്തോലിക്ക പാരമ്പര്യത്തിൽപ്പെട്ട വലിയ ആത്മീയ അനുഭൂതികളൊക്കെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന എഡിത്ത് സ്റ്റെയിനെ പോലെയുള്ള ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്. അവർ ആത്മീയ ഫെമിനിസ്റ്റാണ്. സ്പിരിച്വൽ ഫെമിനിസത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള എഡിത്ത് സ്റ്റെയിനെ കുറിച്ച് പോലെയുള്ളവരൊക്കെ ആവശ്യപ്പെടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്രിസ്തു മതത്തിൻ്റെ ഭാഗമായുള്ള ക്രൈസ്തവ സഭകളിൽ സ്ത്രീകൾക്ക് പ്രാമുഖ്യം വേണം എന്നാണ്. ഇപ്പോൾ മേരി റോയുടെ കേസ് വന്നതിന് ശേഷമാണ് സ്വത്തിൽ തുല്യത വരുന്നത്. അതെ, അതിനു മുമ്പ് സ്വത്തിൽ തുല്യത ഇല്ലെങ്കിലും ശരിയാണ്, അവർക്കൊരു വേറൊരു സിസ്റ്റമായിരുന്നു. അവരൊന്നും കൊടുക്കാതിരിക്കുന്ന ഒരു വിഭാഗമായിട്ടല്ല നമ്മളതിനെ കാണേണ്ടത്. പെൺകുട്ടികളെ കെട്ടിച്ചു വിടുമ്പോൾ അവർ അർഹിക്കുന്നതിലും കൂടുതലായ ഒരു തുക അല്ലെങ്കിൽ ഭാഗം അവർക്ക് കൊടുത്തിട്ടാണ് അവരെ വിടുന്നത്. അതിന് വലിയ രീതിയിൽ സ്ത്രീധന സമ്പ്രദായം നിലനിൽക്കുന്ന സ്ഥലമാണത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും കൂടി എടുത്ത്, ആൺമക്കളും ബാക്കി എല്ലാവരും കൂടി എടുത്ത പണമാണ് ഈ പെൺകുട്ടികളെ കെട്ടിച്ചു വിടുമ്പോൾ കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആൺമക്കൾക്ക് ഈ ഭൂമിയും ബാക്കി സ്വത്തുവകകളും കൊടുത്തിരുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം അത് ചലഞ്ച് ചെയ്യപ്പെട്ടേക്കാണ്. ഇപ്പം അത് നടക്കുന്നില്ല. അപ്പം ലോകത്തെമ്പാടും ഒരു ലിംഗസമത്വത്തെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ആക്കം കൂട്ടാനും അതിന് ന്യായീകരണം കണ്ടെത്താനും തീർച്ചയായിട്ടും ഈ ഇവരുടെ ഈ ഡെയിം സാറ മുല്ലലിയുടെ ഈ നിയമനം സഹായിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ക്രൈസ്തവ സഭകളും ഒരു വലിയ പരിവർത്തനത്തിലേക്ക് പോകാതെ നിവൃത്തിയില്ല. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ലോകത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം. ഇപ്പോഴെങ്ങനെ വെച്ചാൽ ഇപ്പോൾ കത്തോലിക്ക സഭ എടുത്തു കഴിഞ്ഞാൽ കന്യാസ്ത്രീകളുണ്ട്. അവർ 2ാം നിരയിലും ജോലി ചെയ്യുന്നവരാണ്. അവർ അൾത്താരയിൽ കയറിയൊന്നും കുർബാന അർപ്പിക്കാറില്ല. അവരും ഒരു മറ്റേ ആത്മീയമായ പരിശീലനം കിട്ടി വരുന്നവരാണ്. അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ വിദ്യാഭ്യാസമുള്ള ആത്മീയമായ പരിശീലനം കിട്ടി വരുന്ന അതിലുള്ളവർക്ക് ഇത്തരം അധികാരങ്ങൾ കിട്ടുന്നില്ല എന്നൊരു പരാതി ഇപ്പോൾ പൊതുവെ വരുന്നുണ്ട്. ഒരു പക്ഷേ ഈ നിയമനം അതിനെയൊക്കെ സ്വാധീനിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.